ഹലോ ഫ്രണ്ട്സ്, ഇന്നൊരു ബീഫ് കറിൻ്റെ റെസിപ്പി ആയിട്ടാണ്. നല്ല ഈസി ആൻഡ് ടേസ്റ്റി റെസിപ്പിയാണ്. ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. വീഡിയോ ഇഷ്ടപ്പെട്ട എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പം 1 കിലോ ബീഫാണ് ഇത് എല്ലോട് കൂടിയിട്ട് എടുക്കണേ. അപ്പോഴാണ് ഇതിൻ്റെ ഒരു ടേസ്റ്റൊക്കെ വരുന്നത്. എല്ല് കുറച്ച് നെയ്യ് അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഒന്ന് ഇട്ടിട്ട് വേണം ഇത് റെഡിയാക്കാൻ. വെറും ബീഫ് മാത്രമാണെങ്കിൽ അത്ര വലിയ ടേസ്റ്റൊന്നും കിട്ടില്ല. അതിൻ്റെ കൂട്ടത്തിൽ ഈ പാർട്സ് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഞങ്ങൾ പൊതുവെ ഇങ്ങനെയാണ് വാങ്ങൽ. അപ്പോൾ അതിലേക്ക് ആവശ്യമായിട്ടുള്ള വെജിറ്റബിൾസൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. 2 സവോള നീളത്തിൽ ഒന്ന് നൈസായിട്ട് അരിഞ്ഞെടുക്കുക. പിന്നെ ഒരു 2 തക്കാളി, പിന്നെ പച്ചമുളകും കൂടി ഒന്ന് അരിഞ്ഞെടുക്കുക. പിന്നെ ഒരു 8-10 ചുവന്നുള്ളി, ഒരു 10 അല്ലി വെളുത്തുള്ളി, ഒരു കഷ്ണം ഇഞ്ചി. ഇതൊക്കെ ഒന്ന് കല്ലിൽ ചതച്ചെടുക്കണേ. ചതച്ചെടുക്കുക, അരിഞ്ഞിടുക, അങ്ങനെയൊക്കെ ചെയ്താൽ നല്ല ടേസ്റ്റാണ്. മിക്സിയിലിട്ട് അരക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ചതച്ചിടുമ്പോഴാണ് നല്ല ടേസ്റ്റ് വരുന്നത്. പിന്നെ നമ്മൾ ബീഫിലേക്ക് ആവശ്യത്തിനുള്ള മഞ്ഞൾപ്പൊടി, മുളക് പൊടി, ഒരു 2-3 ടീസ്പൂൺ മല്ലിപ്പൊടി എപ്പോഴും കുറച്ച് മുന്നിട്ട് നിൽക്കണം. കൂടുതൽ മല്ലിപ്പൊടിയാണ് ചേർക്കുക. പിന്നെ കുറച്ച് പെരുംജീരകപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത്, ആവശ്യത്തിന് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് കുഴച്ചിട്ട് മാറ്റി വെക്കണേ. പിന്നെ ഒരു കുക്കർ അടുപ്പത്തേക്ക് വെച്ച് കുക്കർ ചൂടാകുമ്പം വെളിച്ചെണ്ണയാണ് ഒഴിക്കേണ്ടത്. വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം ഒരു പട്ട, ഒരു ഏലക്ക, ഒരു ഗ്രാമ്പു, ഇത് 3 മസ്റ്റാണ്. കാരണം വേറെ മസാലകളൊന്നും ഇതിലേക്ക് ചേർക്കുന്നില്ല. അപ്പം അത് 3 ഒന്നിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ അരിഞ്ഞു വെച്ചിട്ടില്ല ഉള്ളി, ഇഞ്ചി, പച്ചമുളക് ചതച്ച് വെച്ചത്, പച്ചമുളക്, കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണേ. ഒന്ന് വഴന്ന് വരുമ്പോൾ ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നാൽ മതി. ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നതിന് ശേഷം കുറച്ച് അരിഞ്ഞ് വെച്ച തക്കാളിയും കൂടി ഇടണേ. തക്കാളി ഒന്ന് നന്നായിട്ടൊന്ന് വാടിയതിന് ശേഷം നമ്മൾ കുഴച്ച് വെച്ചിട്ടുള്ള ബീഫും കൂടി ഒന്ന് ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് വെള്ളം ഒഴിക്കണം. ഒരുപാട് വെള്ളം വേണ്ട, ഒരു കപ്പ് വെള്ളം അതും കൂടി ഒഴിച്ചിട്ട് ഒരു 6 വിസിൽ വരുന്നവരെ ഒന്ന് വെയിറ്റ് ചെയ്യണേ. 6 വിസിൽ വന്ന് എയറൊക്കെ പോയതിന് ശേഷം ഒന്ന് കുക്കറൊക്കെ തുറന്ന് നോക്കിയാൽ നല്ല അടിപൊളി ബീഫ് കറി, നല്ല ടേസ്റ്റാണ് ഇങ്ങനെ കുഴച്ചിട്ട് വെക്കുമ്പോൾ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ. അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്ത്, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണേ. അപ്പം വീണ്ടും ഒരു വീഡിയോ ആയിട്ട് കാണാം. ഓക്കെ, ബായ്.